രേണു സുധിയെ ലാലേട്ടൻ ഇന്നലെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. സംഗതി മറ്റൊന്നുമല്ല, നിരന്തരമായി ക്യാമറയെ നോക്കി എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കരയുന്ന ഒരാളാണല്ലോ രേണു. അപ്പോൾ രേണുവിന് പോകണമെങ്കിൽ ഇപ്പോൾ എന്നോട് പറയാം, ഇപ്പോൾ ഞങ്ങൾ ആ വാതിൽ തുറന്നു തരും, നിങ്ങൾക്ക് അതിലെ ഇറങ്ങി വരാം എന്ന് ലാലേട്ടൻ ശക്തമായ കടുത്ത ഭാഷയിൽ രേണുവിനോട് പറയുന്നുണ്ട്. നെവിൻ പുറത്തു പോയതുമായി ബന്ധപ്പെട്ടാണ് രേണുവിൻ്റെ അടുത്ത് ലാലേട്ടൻ ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചത്. നെവിൻ അവിടെ നിന്ന് പോകണമെന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ട് അങ്ങനെ പ്രധാന വാതിൽ വഴി ഇറങ്ങി ഓടി പുറത്തു പോയ ഒരാളാണ്. അപ്പോൾ അതുപോലെ രേണുവിനും വേണമെങ്കിൽ പോവാം, ഞങ്ങൾ ആ ക്യാമറയിൽ കൂടി വലിച്ചെടുക്കും എന്നൊക്കെയാണ് ലാലേട്ടൻ തമാശയായിട്ട് പറഞ്ഞത്. ഇപ്പോൾ രേണുവിന് വേണമെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇപ്പം പോവാം, എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി, അല്ലാതെ എപ്പോഴും ക്യാമറയെ നോക്കി എനിക്ക് പോകണമെന്ന് കരയേണ്ട കാര്യമില്ല എന്ന് ലാലേട്ടൻ വ്യക്തമാക്കി പറയുന്നുണ്ട് രേണുവിനോട്. അപ്പോൾ രേണു പറഞ്ഞു, പോകേണ്ട ലാലേട്ട, അതെനിക്ക് വിഷമം വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇനി അങ്ങനെ പറയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ബിഗ് ബോസ് എന്നെ കൺഫെക്ഷൻ റൂമിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു എന്നൊക്കെ രേണു പറയുന്നുണ്ട്. അപ്പോഴും ലാലേട്ടൻ പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, കാര്യം നിങ്ങൾക്ക് വീട്ടിൽ പോകണമെന്ന് എപ്പോഴും ഇങ്ങനെ ആവശ്യപ്പെട്ടാൽ നമുക്കത് ചെയ്യേണ്ടി വരും, നിങ്ങളെ വീട്ടിൽ പറഞ്ഞ് വിടേണ്ടി വരും. ഇവിടെ ഈ ബിഗ് ബോസ് വീട്ടിൽ കയറിയാൽ പ്രേക്ഷകരുടെ വിധി അനുസരിച്ച് വേണം നിങ്ങൾക്ക് വീട്ടിൽ പോകണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത്, അല്ലാതെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി പോകാൻ പറ്റിയ സ്ഥലമല്ല. ഇതെല്ലാം അറിഞ്ഞു വെച്ചല്ലേ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും രേണു സുധിയെ ലാലേട്ടൻ നന്നായിട്ടൊന്ന് പേടിപ്പിച്ചതുകൊണ്ട് ഇനി ഈ അടുത്ത കാലത്തൊന്നും വീട്ടിൽ പോകണമെന്ന് ക്യാമറയെ നോക്കി രേണു സുധി പറയില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.